ഇനി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെയാണ് പ്രഖ്യാപിക്കുക. 31 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് വന്നിരുന്നു. അവശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവും നാളെയും മറ്റന്നാളുമായി പൂർത്തിയാക്കും. പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ നാളെ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങും. നേതാക്കളുടെ പരാതികൾ പരിഹരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുന്നു. മറ്റന്നാൾ ചർച്ച നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇത്ര വേഗത്തിൽ ഇങ്ങെത്തുമെന്ന് കോൺഗ്രസുകാർ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതിനാലാണ് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകിയ 31 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും ഇതുവരെയും പുറത്തു വരാത്തത്. ഇനി ആ പട്ടിക പുറത്തു വന്നാലും ഇതുവരെയും ധാരണയാകാത്ത സീറ്റുകൾ നിരവധിയുണ്ട്. നാളെ കൊണ്ട് ആ സീറ്റിലെ ചർച്ചകളെല്ലാം പൂർത്തിയാക്കി 1 മണിക്കൂർ മുൻപെങ്കിൽ 1 മണിക്കൂർ മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തിരക്കിട്ട നീക്കം. ഇനിയുള്ള ചർച്ചകളെല്ലാം അങ്ങ് ഡൽഹിയിലാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഒരു 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു ഒറ്റ വിഷയമുള്ളൂ. അത് പുതിയ സ്ഥാനാർത്ഥികൾ 2 കൂട്ടത്തിലുണ്ടല്ലോ, 3 കൂട്ടത്തിലുണ്ട്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് ദിവസം മാത്രം കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ അസ്വാരസ്യങ്ങളെല്ലാം ഇന്ന് രാത്രിയോടെ പരിഹരിക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. നാളെ പ്രഖ്യാപിക്കുന്ന പട്ടികയിൽ 50 പേരുടെയെങ്കിലും പേരുണ്ടാകും. അല്ല, ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങളും പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? അവശേഷിക്കുന്ന സീറ്റുകളിലെ പട്ടികയും എത്രയും വേഗം പ്രഖ്യാപിക്കും. 25 ദിവസം മാത്രമാണ് ഇനി ആകെയുള്ളത്. പ്രചാരണത്തിനായുള്ളത് 23 ദിവസം. നഷ്ടപ്പെടുന്ന ഓരോ മണിക്കൂറും ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള പ്രചരണത്തിനായുള്ള സമയമാണ്. അതിനാൽ തന്നെ ഇനിയും കോൺഗ്രസ് നേതാക്കൾ ചർച്ച വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനിടയില്ല. എത്രയും വേഗം ഇലക്ഷൻ നടത്താൻ ഞങ്ങൾ റെഡിയാണ്. നിരവധി മണ്ഡലങ്ങളിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പേരുകളിൽ ഇനി ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ അധികമായി ഉണ്ടാകില്ല. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി അംഗീകരിച്ച ആ പേരുകളെല്ലാം ഉടൻ പ്രഖ്യാപിക്കും. സീറ്റ് ആഗ്രഹിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ പിണക്കത്തിനും ഇനി കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഒന്നിച്ചു നിന്നാൽ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം ഇറങ്ങി പ്രവർത്തിച്ചാൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താം എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്. അതിനാൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വിജയത്തിന് പരിഭവങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് രംഗത്തിറങ്ങാനാണ് ഹൈക്കമാൻഡിൻ്റെ ആഹ്വാനം. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.